ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തിലൂടെ കുറുമാലിപ്പുഴയിൽ എത്തിച്ചേരുന്ന കാനത്തോട്ടിലെ സ്ലൂയിസ് തകർന്നു. ജൂൺ ജൂലൈ മാസത്തിലെ മഴയിലെ കുത്തൊഴുക്കാണ് സ്ലൂയിസ് തകർച്ചയ്ക്ക് കാരണം. അപകടാവസ്ഥയിലായ സ്ലൂയിസിൽ ഇറങ്ങി നിന്ന് തകര ഷീറ്റുകളിട്ട് വെള്ളം തടഞ്ഞാണ് മങ്ങാട്ടുപാടത്ത് മുണ്ടകം കൃഷിയും ഉറാങ്കുളം പമ്പിങ്ങും സാധ്യമാകുന്നത്. ഇത് ചെങ്ങാലൂരിലെ വിപുലമായ ഒരു പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സാണ്. എല്ലാ വർഷവും മങ്ങാട്ടുപാടത്തെ കർഷകരാണ് പ്രവൃത്തി നടത്തുന്നത്. ഇന്നിപ്പോൾ സ്ലൂയിസിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കൂടാതെ നിലവിൽ ഷീറ്റിടുന്ന ഭാഗം കൂടി തകർന്ന് മണ്ണ് ഒഴുകിപ്പോയിരിക്കുന്നു. ഉറാങ്കുളം അഡീഷണൽ പമ്പ് സെറ്റിരിക്കുന്ന കെട്ടിടവും ശോച്യാവസ്ഥയിലാണ്. സ്ലൂയിസിന്റെ കോൺക്രീറ്റ് കാലുകൾക്ക് പുറമെ സ്ലൂയിസിന്റെ ഇരുഭാഗത്തെയും കനാൽ കെട്ടും തകർന്നു. സമീപത്തെ വീടുകൾ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും കർഷകർ പറയുന്നു. ഒരു സ്ലൂയിസ് കാലങ്ങളായി ശോചനീയമായി തുടർന്നിട്ടും പരിഹരിക്കാൻ നടപടികൾ എടുക്കാത്ത മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ അനാസ്ഥ തുടരുകയാണെന്നും 3 വർഷത്തിലേറെയായി പുതുക്കി പണിയുന്നതിനും പുതിയത് പണിയുന്നതിനും നടപടി ഉണ്ടാകുമെന്നും പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തുകൾ അറിയിച്ചിട്ടും ഇന്നേ വരെ നടപടിയായില്ലെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ പറഞ്ഞു. ഒരുപക്ഷെ 82-ലൊക്കെ പണി കഴിപ്പിച്ചതിന് ശേഷം നമ്മൾ മൈനർ ഇറിഗേഷന്റെ ഭാഗമായിട്ടുള്ള ഉടമസ്ഥതയിലുള്ള ഈ പ്രോജക്റ്റ് അതിനുശേഷം ഒരുപക്ഷെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമായിട്ട് ഇത് മാറിക്കാണ്. ഈ പ്രദേശത്തിന്റെ ഇപ്പൊ ഇവിടെ ഈ സ്ലൂയിസില് കൃഷിക്കാര് കാർഷികാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും വന്നിട്ട് ഈ എങ്ങനെയാണ് ഈ സ്ലൂയിസിന്റെ മേലെ നിന്ന് പണിയെടുക്കുന്നത്? ആത്മഹത്യാപരമായിട്ടാണ് ആ ഒരു പ്രവർത്തനം ആ കർഷകര് കൃഷിക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കൃഷിയുടെ പണിയാണോ? അത് കൃഷിയുടെ പണിയല്ല. ഇത് മൈനർ ഇറിഗേഷന്റെ ഭാഗമായിട്ട് ഒറാങ്കുളം മെയിൻ പ്രവർത്തിക്കണമെങ്കിൽ, അതായത് നമ്മുടെ സൂര്യഗ്രാമം പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തണമെങ്കിൽ ഈ പമ്പ് സെറ്റ് വർക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സ്ലൂയിസ് കെട്ടുമ്പോ ഈ സ്ലൂയിസിന്റെ കര ഒന്ന് നോക്കി നോക്കാം. കര ഇടിയുന്ന പ്രശ്നമാണ്. കരയിലെ കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കനാലിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. നോക്കൂ, ഇത് നിസ്സാര പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൽ ഒന്ന് വന്നു നോക്കാനോ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാനോ എത്രയോ കാലമായി ഒഴാങ്കുളം സമിതിയും ഇവിടുത്തെ മങ്ങാട്ടുപാടം പാടശേഖര സമിതിയും ഇവിടുത്തെ മോട്ടോർ ഷെഡിലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അഭ്യർത്ഥനയാ. ഇത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് കൃഷിയുടെ പ്രശ്നമാണ്, കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്, ഈ ഓരത്തുള്ള വീടുകളിലെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇത് പള്ളവും പൂഴിമണലാണ്. നമുക്കറിയാം ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത അലിഞ്ഞു പോവാണ്. അതായത് ഇപ്പോ നമ്മള് ജൂൺ ജൂലൈയിൽ എത്തിയിട്ടുള്ള ഓഗസ്റ്റില് ലാലിന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് വമ്പൻ മഴയൊക്കെ പ്രതീക്ഷിക്കുന്നു പറയുന്നു. ഇപ്പൊ തന്നെ ജൂൺ ജൂലൈയിലെ മഴയിൽ ഇത് കിടിഞ്ഞ് ഈ പരുവത്തിലായിരിക്കുന്നു. ഇനി ഓഗസ്റ്റ് മാസത്തിലെത്തുമ്പോൾ അത് ഏത് അവസ്ഥയിലേക്ക് പരുവപ്പെടും എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങള്. ആ അർത്ഥത്തില് ഈ കാര്യത്തെ കാണണം. ഇവിടുന്ന് വെള്ളം അടിച്ചിട്ടാണ് ചെങ്ങാലൂര് 8-ാം വാർഡും 9-ാം വാർഡിലേക്കൊക്കെ വെള്ളം പോണ ഇതാണ്. അത് ഒരു മോട്ടറിന്റെ കനാലും അതിന്റെ പാർശ്വലിറ്റി ഇടിഞ്ഞ് ആകെ അപകട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അധികാരികളൊന്ന് അതെല്ലാം ശരിയാക്കി തരണമെന്നുള്ളൊരു അഭ്യർത്ഥന. അല്ലെങ്കിൽ അടുത്ത വേനൽക്കാലത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ചോദിച്ചത് നമുക്ക് വരാൻ പോകുന്നത്. വെള്ളം അടിച്ചില്ലെങ്കിൽ കുടിവെള്ളം വരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ കിടക്കും.